ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് മെയിനായിട്ട് നമ്മുടെ ഫീമെയിൽ ഫെർട്ടിലൈസേഷൻ്റെ ഹോർമോൺസും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസിന്റെ താഴത്തേക്ക് ഒരു ഹാങ്ങിങ് സ്ട്രക്ചറാണ് ഇതെന്താ പിറ്റ്യൂട്ടറി. ഓക്കെ, അപ്പോൾ പിറ്റ്യൂട്ടറിക്ക് നമുക്കറിയാം പോസ്റ്റീരിയർ ഉണ്ട്, ആന്റീരിയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമസിൽ നമുക്ക് എന്താ ആർക്വേറ്റ് ന്യൂക്ലിയസ് എന്ന സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആർക്വേറ്റ് ന്യൂക്ലിയസ് ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. അത് എന്താണ് നമ്മുടെ ഈ ഗ്രീൻ കളർ ഇതുണ്ട് ബ്രാഞ്ചസ് പോലെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഹൈപ്പോതലാമിക് ഹൈപ്പോഫിഷ്യൽ പോർട്ടൽ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിലേക്ക് ഈ ആർക്വേറ്റ് ന്യൂക്ലിയസ് ഒരു തരം കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്നതാണ് GnRH. ഓക്കെ, അപ്പോൾ ഈ GnRH ഈ ഹൈപ്പോതലാമിക് ഹൈപ്പോഫിഷ്യൽ പോർട്ടൽ സിസ്റ്റം വഴി എവിടെ എത്തുന്നു? നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തുന്നു. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ സെൽസിലേക്ക് എത്തുന്നു. ഗൊണാഡോട്രോഫോസൈറ്റ് ആ സെൽസിലേക്ക് എത്തുന്നു. എന്നിട്ട് ഈ സെൽസ് നമ്മുടെ നമുക്ക് വേണ്ടുന്ന ഗൊണാഡോട്രോഫിൻ റിലീസ് ചെയ്യും. ഏതൊക്കെ ഗൊണാഡോട്രോഫിനാണ്? ഗൊണാഡോട്രോഫിൻ ഹോർമോൺസ് റിലീസ് ചെയ്യും ഈ സെൽസ്. അതിലേക്കാണ് FSH LH. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നോടെ പറയാം, ആന്റീരിയർ നമ്മുടെ ഹൈപ്പോതലാമസിൽ വി ഹാവ് arcuate nucleus. Arcuate nucleus will produce a chemical substance which is called as GnRH, and it pass through the hypothalamic hypophyseal portal system. This GnRH will pass through the hypothalamic hypophyseal portal system, and from there it will reach to the cells present in the anterior pituitary. അപ്പോൾ ഈ സെൽസിൽ എത്തുന്നു. ഫ്രം ദി സെൽസ്, അപ്പോൾ ആ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ഈ GnRH. സോ ഫ്രം ദി സെല്ലിൽ നിന്ന് അപ്പോൾ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ സെല്ലിൽ നിന്ന് ദേ വിൽ പ്രൊഡ്യൂസ് ഗോണാഡോട്രോഫിൻ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാം? LH ഉം FSH ഉം. എന്നിട്ട് ഈ FSH ഉം LH ഉം ഇനി നമ്മുടെ എങ്ങോട്ട് ഓവറിക്കകത്തേക്ക് പോകും. ഓക്കെ, അതാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ അതാണ് ആ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നോർമൽ റേഞ്ച് ഓഫ് സൈക്കിൾ. അപ്പോൾ നോർമൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളാണ് നമ്മുടെ 21 to 35 ഡേയ്സിലാണ്. ഡേയ്സ് കൂടെ നോട്ട് ചെയ്യണം ഇവിടെ. ഡേയ്സ്. ഓക്കെ, ഡേയ്സ് ആണ് നോർമൽ ഇത്. ഓക്കെ, അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ ക്യാൻ ബി ഷോർട്ടർ ലോങ്ങർ ആവും. അപ്പോൾ അത് കുറഞ്ഞാലും പ്രശ്നം, കൂടിയാലും പ്രശ്നം. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. അതിന് മുമ്പ് അടുത്തത് ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ FSH ഞാൻ പറഞ്ഞു ഇവിടത്തുള്ള FSH അത് ഓവറിയിൽ ആക്ട് ചെയ്യും. ഓക്കെ, ഓവറിയിൽ ആക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ഇൻ ഓവറി വി ഹാവ് നമുക്കറിയാം നമുക്കൊരു പ്രൈമോഡിയൽ ഫോളിക്കിൾസ്. അത് ഓൾറെഡി എന്താണ് അവിടെ ഉള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് മിയോട്ടിക് സ്റ്റേജിൽ കുഞ്ഞ് അമ്മയുടെ വയറിലായിരിക്കുമ്പോൾ തന്നെ അതിൽ കാണും. അങ്ങനെയുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം നമുക്ക് ഇതിലേക്കുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ പ്രൈമോഡിയൽ ഫോളിക്കിൾസ് ആണ് നമുക്ക് ഓൾറെഡി ഓവറിക്കകത്തുള്ളത്. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഇതൊരു ഓവറിയുടെ അകത്ത് ചെറിയൊരു ഫ്ലാറ്റ് സെൽസ് ചുറ്റും കാണും. ഓക്കെ, ഈ ഗ്രീൻ കളർ. നെക്സ്റ്റ്, ദീസ് പ്രൈമോഡിയൽ ഫോളിക്കിൾ ഇസ് കൺവേർട്ടഡ് പ്രൈമറി ഫോളിക്കിൾസ്. അപ്പൊ ഈ പ്രൈമോഡിയൽ എന്താണ് പ്രൈമറി ഫോളിക്കിൾസ് ആയിട്ട് മാറും. ഓക്കെ, അതിന് നമുക്ക് ഈ FSHന്റെ ആവശ്യം അതൊന്നുമില്ല. അവരത് വേറെ കുറെ കെമിക്കൽസ് കൊണ്ട് പ്രൈമറി ഫോളിക്കിൾസ് ആവും. ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് നോട്ട് ചെയ്യേണ്ടത്. പ്രൈമറി ഫോളിക്കിൾ ഇറ്റ്സ് കൺവേർട്ടഡ് ടു സെക്കൻഡറി ഫോളിക്കിൾ ആവും. ആൻഡ് നീഡ് ഫോളിക്കിൾ നീഡ് FSH ടു ബി ആക്റ്റഡ്. അപ്പോൾ FSH ഇല്ലാതെ അവർ പ്രൈമറി സെക്കൻഡറി ആവത്തില്ല. അപ്പോൾ FSH കിട്ടിയില്ലെങ്കിൽ എന്താണ്? പ്രൈമറി ഫോളിക്കിൾസ് ഡീജനറേറ്റ് ആവും. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൺസ് ഇറ്റ് കൺവേർട്ടഡ് ടു സെക്കൻഡറി. അപ്പോൾ സെക്കൻഡറി ആയിട്ട് അവർ മാറിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടു തിങ്സ് ഹാപ്പൻ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും. ഓവറി സെക്രീറ്റ് സം ഗ്ലൈക്കോപ്രോട്ടീൻ. അപ്പോൾ ഇതാണ് ഇത് ഞാൻ പറയാം, ഇത് പ്രൈമറി. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡറി ഈ സ്ട്രക്ചർ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ. അപ്പോൾ അതിന്റെ നടുക്ക് ഒരു ഓവം ഉണ്ട്. ഓവത്തിന് ചുറ്റും ഒരു ലെയറും കൂടെ ഫോം ചെയ്യും. അതാണ് സോണ പെലുസിഡ. ഓക്കെ, പിന്നെ നമുക്കറിയാം മറ്റേ ഇച്ചിരി കൂടെ ലെയർ കൂടിയായിട്ടുള്ള ഗ്രാനുലോസ സെൽസ്, അതിന്റെ പുറത്ത് ഒരു തീക്ക സെൽസ്. അപ്പോൾ ഓവത്തിന്റെ പുറത്ത് ഒരു സോണ പെലുസിഡ, പിന്നെ അത് കഴിഞ്ഞ് കുറെ ലെയേഴ്സ് ഓഫ് ഗ്രാനുലോ സെൽസ്, പിന്നെ അത് കഴിഞ്ഞ് തീക്ക സെൽ. ഇതാണ് സെക്കൻഡറി സ്ട്രക്ചർ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രൈമറി ഇതുപോലെയായിരുന്നു ഒരു പ്രൈമറി ഈ ലെവലിലേക്ക് മാറുന്നു, സെക്കൻഡറി ആയിട്ട് മാറുന്നു. ആരുടെ സഹായത്തോടെ? വിത്ത് ഹെൽപ്പ് ഓഫ് FSH ആക്ടിംഗ് ഓൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടന്നു. വൺസ് ഇറ്റ് കൺവേർട്ടഡ് ടു സെക്കൻഡറി, ടു തിങ്സ് വിൽ ബി ഹാപ്പൻ. ഓവം സെക്രീറ്റ് സം ഗ്ലൈക്കോപ്രോട്ടീൻസ്. അപ്പം ഓവം എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളർ, ഈ ഓവം എന്ത് ചെയ്യുന്നു? they will secrete glycoproteins secrete ചെയ്യും. എന്നിട്ട് അവിടെ ഒരു യുണീക് ലെയർ ഉണ്ടാക്കും. അതാണ് ഈ സോണ പെലുസിഡ. ഓക്കെ, ഓവം വിൽ സെക്രീറ്റ് എ ഗ്ലൈക്കോപ്രോട്ടീൻസ് വിച്ച് വിൽ പ്രൊഡ്യൂസ് എ യുണീക് ലെയർ കോൾഡ് സോണ പെലുസിഡ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത് കഴിഞ്ഞൊരു തീക്ക സെൽസും ഉണ്ട്. അപ്പൊ തീക്ക സെൽസ് പ്രൊഡ്യൂസ് അപ്പോൾ ഇനി ഇതിന്റെ ഫംഗ്ഷൻ നോക്കണം. ഈ തീക്ക പുറമെയുള്ള സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ആൻഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആൻഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ആ ആൻഡ്രജൻ എന്താ നമ്മുടെ ഗ്രാനുലോസ സെൽസിലേക്ക് വിടും. എന്നിട്ട് ഈ ഗ്രാനുലോസ സെൽസ് ആണ് ദേ വിൽ
കൺവേർട്ട് ദ ആൻഡ്രജൻ ഇൻ ടു ഈസ്ട്രജൻ. അപ്പോൾ ഗ്രാനുലോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താ? ദേ കൺവേർട്ട് ആൻഡ്രജൻ ടു ഈസ്ട്രജൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി സ്റ്റേജ് ഇസ് കൺവേർട്ടഡ് ടു ഗ്രാഫിയൻ ഫോളിക്കിൾസ്. അതും നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഗ്രാഫിയൻ, അതിനും എന്താണ് FSH വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ഗ്രാനുലോമ സെൽസിനെ നമ്മുടെ സെക്കൻഡറി ഈസ് കൺവേർട്ടഡ് ടു ഗ്രാഫിയൻ ഫോളിക്കിൾ. ഓക്കെ, അപ്പോൾ സെക്കൻഡറി എന്താണ്? ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നു. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഈ സെക്കൻഡറിക്കകത്തേക്ക് എന്താണ്, അത് ഫ്ലൂയിഡ് ഫിൽഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ. വെൻ സെക്കൻഡറി ഫോളിക്കിൾ ഫിൽസ് വിത്ത് ഫ്ലൂയിഡ് ഇസ് കോൾഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഈ തീക്ക സെൽസിൽ നിന്നുള്ള നമ്മുടെ സെക്കൻഡറി ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ ഈ തീക്ക സെൽസിൽ നിന്നുള്ള ആൻഡ്രജൻ ഒക്കെ നമ്മുടെ ഗ്രാനുലോമ സെൽസിൽ വന്നത്, ഇതാണ് ഗ്രാനുലോമ, പച്ച കളർ ഗ്രാനുലോമ സെൽസിൽ വന്ന് അവിടെ എന്താണ് ഫ്ലൂയിഡൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഈ ഫ്ലൂയിഡൊക്കെ ഉണ്ടാക്കി അതിലൊരു ഫ്ലൂയിഡ് ഫിൽഡ് ഇതുണ്ടാക്കും. അതിനെയാണ് നമ്മൾ എന്താണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ പ്രൈമോഡിയൽ. ഓക്കെ, പ്രൈമോഡിയൽ പ്രൈമറി ആയിട്ട് മാറും. എന്നിട്ട് FSH വന്ന് ഈ പ്രൈമറിനെ സെക്കൻഡറി ആക്കി മാറ്റും. ഓക്കെ, സെക്കൻഡറി ആകുമ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്താണ് ഞാൻ ഡയഗ്രത്തിൽ കാണിക്കുന്നത്. എന്താണ്? ഒരു സോണാപെലിസിഡെ ഒക്കെ വന്നൊരു തീക്ക ഗ്രാനുലോമ 2 സെൽസായി മാറും. എന്നിട്ട് ഇതിനെ നമ്മൾ ഗ്രാഫിയനായി മാറുന്നു. ഓക്കെ, ഗ്രാഫിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഒരു ക്യാവിറ്റി ഉണ്ടോ, ഇവിടെ ഒരു ഇത് ഈ ക്യാവിറ്റി, ഈ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി, അതിനാണ് നമ്മൾ എന്താ തീക്ക ഫോളിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഈ സംഭവം, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രാനുലോസ എന്താണ്? നമ്മുടെ എന്താണ്? ഈസ്ട്രജൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഇവിടത്തെ ഈസ്ട്രജൻ ഇനി നമ്മൾ നേരെ യൂട്രസിലേക്കാണ് കഥ പോകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വന്ന ഈസ്ട്രജൻ എങ്ങനെയാ നമ്മുടെ യൂട്രസിൽ പോയിട്ട് ഇവിടെ എന്താണ് ഈ ഈ റെഡ് ഇതാണ് എൻഡോമെട്രിയം, ഇതാണ് മയോമെട്രിയം. ഓക്കെ, അപ്പോൾ ഈ എൻഡോമെട്രിയത്തിൽ ചെന്ന് അവിടെ ബ്ലഡ് വെസൽസ് ഒക്കെ അവിടെ ബ്ലഡ് വെസൽസ് ഉണ്ടാകും കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ വേണ്ടി. കാരണം കുഞ്ഞ് വരുമ്പോൾ ഇരിക്കാൻ ഒരു സ്ഥലം വേണ്ട, ഒരു ബെഡ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു വാസ്കുലർ ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ ഈസ്ട്രജൻ, ഈ ഗ്രാനുലോസ ഗ്രാഫിയൻ ഫോളിക്കിൾ പ്രൊഡ്യൂസ് ഈസ്ട്രജൻ എന്താണ് ഇവിടുത്തെ എൻഡോമെട്രിയൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇവിടെ ഒരു വാസ്കുലർ ബെഡ് ഉണ്ടാക്കും. ഓക്കെ, കുഞ്ഞിന് വന്ന് ഇരിക്കണ്ടേ, അറ്റാച്ച് ചെയ്യട്ടെ. ഇനി അവിടുത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് സൈക്കിൾ നോക്കുക. 1 to 12 വരെയുള്ള സൈക്കിളാണ് വരച്ചേക്കുന്നത്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രേഷന്റെ 1ാമത്തെ ദിവസം. ഇന്ന് ഇപ്പോൾ ഒരു മെൻസ്ട്രേഷൻ ഡേ ആണ്. ഇത് 1. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മെൻസ്ട്രേഷൻ ഡേ, മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അപ്പം തൊട്ട് 7ാമത്തെ ദിവസം വരെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. FSH സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മുടെ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഫോളിക്കിളിലെ ഗ്രാഫിയൻ ഫോളിക്കിൾ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഗ്രാഫിയൻ ഫോളിക്കിള് വന്ന് ഗ്രാഫിയൻ ഫോളിക്കിളിലെ ആരാണ് ഗ്രാനുലോസ സെൽസ് ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഈസ്ട്രജൻ എവിടെ എത്തുന്നു? എൻഡോമെട്രിയത്തിൽ എത്തുന്നു. ഈ കഥകളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അതാണ് എവിടെ തൊട്ട് 1 to 7 ഡേയ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എപ്പോഴത്തൊട്ട്? ഇന്നിപ്പോൾ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഡേ ആണെങ്കിൽ അപ്പം തൊട്ട് ആ 7ാമത്തെ ഡേ വരെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻഡോമെട്രിയത്തിൽ എത്തി ഈസ്ട്രജൻ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അറ്റ് യൂട്രസ് ഈസ്ട്രജൻ ഫ്രം ദ ഗ്രാഫിയൻ ഫോളിക്കിൾ റീച്ച് ദ എൻഡോമെട്രിയം ആൻഡ് മേക്ക് ഇറ്റ് തിക്കൻ ആൻഡ് മേക്ക് ഇറ്റ് എ പോളിഫറേറ്റീവ്. അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ പോളിഫറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, പോളിഫറേറ്റ് ബെഡ് ഉണ്ടാക്കുവാണ്. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. പോളിഫറേറ്റീവ് സ്റ്റേറ്റ് ഓഫ് എൻഡോമെട്രിയം ഇവിടെയാണ് നടക്കുന്നത്. പിന്നെ ഈസ്ട്രജൻ ഫ്രം ദ ഗ്രാഫിയൻ, അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഈസ്ട്രജൻ ഒന്ന് എൻഡോമെട്രിയത്തിലേക്ക് പോകുന്നു. പിന്നെ നോട്ട് ചെയ്യണം, ഈസ്ട്രജൻ ഫ്രം ദ ഗ്രാഫിയൻ ഗോ ടു ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി, തിരിച്ച് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് പോകുന്നു. എന്തിനാണ്? അതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഗ്രാഫിയനിലെത്തി, ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നുള്ള ഈസ്ട്രജൻ എവിടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിൽ എത്തിക്കഴിയുമ്പോൾ അവരൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഈസ്ട്രജൻ ആവശ്യത്തിന് കിട്ടിക്കഴിയുമ്പോൾ അവർ ചെന്ന് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിൽ എത്തി ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. മതി ഇനി. അപ്പോൾ ഇവരെന്തിനാണ് ഇവിടെ ചെല്ലുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ചെന്ന് ഇവർ പറയും ഇനി ആവശ്യത്തിന്
ഈസ്ട്രജനായി ഇനി FSH നിർത്തിക്കോളം പറയും. കാരണം ഒന്ന് ചിന്തിച്ച്, FSH ആണ് ഡയറക്ട്ലി FSH വന്ന് പ്രൈമറിയിൽ വന്ന് FSH ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈമറി സെക്കൻഡറിയിലേക്ക് മാറുന്നുള്ളൂ. ഈ സെക്കൻഡറി പിന്നെ വന്നാലാണ് പിന്നെ ഗ്രാഫിയനായിട്ട് സെക്കൻഡറിയിൽ തന്നെ തീക്ക സെൽസ് ഒക്കെയാണ്, സെക്കൻഡറിയിൽ തന്നെ ഈ നമ്മുടെ ഗ്രാനുലോസ സെൽസ് ആണ് ഈസ്ട്രജനൊക്കെ പ്രൊഡ്യൂസ്. അപ്പോൾ ഒരു രീതി നോക്കുമ്പോൾ FSH ഇൻഡയറക്റ്റ് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈസ്ട്രജൻ ഒരു പണി ചെയ്യും, ഈസ്ട്രജന്റെ ഇതെല്ലാം കഴിയും, ഈസ്ട്രജൻ പറയും മതി ഇനി FSH പ്രൊഡ്യൂസ് ചെയ്ത് മതി, ഞങ്ങൾക്ക് ആവശ്യത്തിന് ഈസ്ട്രജൻ ഉണ്ട്. അപ്പൊ അവരവരെ ഇതെല്ലാം ഉണ്ട്. അപ്പൊ അത് അവിടെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെത്തി FSH പ്രൊഡ്യൂസ് ചെയ്ത് നിർത്തും. സോ FSH വിൽ ബി ഡിക്രീസ്. സോ നോ മോർ കൺവേർഷൻ ഓഫ് പ്രൈമറി ടു സെക്കൻഡറി ഫോളിക്കിൾ. അപ്പോൾ FSH നിന്ന് കഴിയുമ്പോൾ എന്തായാലും പ്രൈമറി സെക്കൻഡറി ഫോളിക്കിൾസ് ആവത്തില്ല. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഈസ്ട്രജൻ പിറ്റ്യൂട്ടറിക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓർത്തോളുക, സെക്കൻഡറി ഒരു ഗ്രാഫിയൻ ഫോളിക്കിൾ വരെ എത്തി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ. ഇനി അടുത്ത, ഇൻ ദ മിഡ് സൈക്കിൾ അൺഎക്സ്പെക്ടഡ് തിങ് ഹാപ്പൻ. അപ്പോൾ ഈ മിഡ് സൈക്കിൾ ഒരു ഇതുവരെ സയന്റിസ്റ്റിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു കാര്യം ഉണ്ട്, ഈസ്ട്രജൻ സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് FSH and LH കോൾഡ്. അപ്പോൾ മിഡ് സൈക്കിൾ ഒരു 14 ദിവസം ആക്കുമ്പോൾ പെട്ടെന്നൊരു അപ്പൊ ഇത്ര നേരം എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈസ്ട്രജൻ പോയി FSH കുറയ്ക്കും, മതി ഇനി വേണം. പിന്നെ ഒരു മിഡ് സൈക്കിളിന്റെ ഒരു മിഡ് ടൈം ആകുമ്പോൾ ഈ ഈസ്ട്രജൻ ഒരു പണി ചെയ്യും, പിറ്റ്യൂട്ടറി ചെന്നിട്ട് FSHനെയും LHനെയും ഭയങ്കര വല്ലാതെ അങ്ങ് കൂട്ടും. LH ആണെങ്കിൽ 10 times മോറും, FSHനെ ആണെങ്കിൽ 2 or 3 times മോർ, അവരുടെ ഉള്ള പ്രൊഡക്ഷന്റെ ഒരു 3 times കൂട്ടും. ഓക്കെ. അതാണ് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ജസ്റ്റ് ബിഫോർ ഓവുലേഷൻ. അപ്പം ഓവുലേഷന് തൊട്ട് മുമ്പ് എന്താണ്, ആ മുട്ട പൊട്ടുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടും, അതിനെയാണ് നമ്മൾ ഓവുലേഷൻ, മുട്ട പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് ഓവുലേഷൻ. ഓക്കെ. അണ്ട് ഈസ്ട്രജൻ, അപ്പൊ ഈസ്ട്രജൻ ഭയങ്കര പീക്കായിരിക്കും ആ സമയം. ഞാൻ പറഞ്ഞായിരുന്നു ഒരു മിഡിലില്ല, അപ്പൊ 14 ആ സമയത്താണല്ലോ മുട്ട പൊട്ടുന്നത്, അതിനാണ് നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്താ, ഈസ്ട്രജൻ വല്ലാതെ അങ്ങ് കൂടും. ഈസ്ട്രജൻ അറ്റ് പീക്ക് വിച്ച് മേക്ക് മ്യൂക്കസ് അറ്റ് സർവിക്സ് ബിക്കം തേൻ. അപ്പൊ മ്യൂക്കസ് സർവിക്സിന്റെ അവിടെ ഒരു മ്യൂക്കസ് പ്ലേഗ് ഒക്കെ ഉണ്ട്, നമ്മൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെയൊക്കെ അങ്ങ് തിന്നാം, കാരണം സ്പേം കയറി പോകാൻ വേണ്ടി. ഓക്കെ. അല്ലെങ്കിൽ മ്യൂക്കസ് പ്ലേഗ് അവിടെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയാണ് സർവിക്സിന്റെ അവിടെ. ഓക്കെ. ഇനി അടുത്ത് LH സർജ്. LH സർജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് LH സർജ് ഇൻ ബ്ലഡ്. അപ്പൊ ഈ LH ഭയങ്കര അങ്ങ് കൂടിക്കഴിയുമ്പോൾ, നമ്മുടെ ബ്ലഡിന്റെ അകത്ത് കൂടിക്കഴിയുമ്പോൾ മിഡിൽ ഓഫ് ദ ഇതിൽ ഒരു വല്ലാത്തൊരു LH ഭയങ്കരമായിട്ട് അങ്ങ് കൂടുന്ന, അതാണ് LH സർജ് എന്ന് പറയുന്നത്. ഇൻക്രീസ് of LH in the amount of blood in the blood. The total amount of the LH will be increased in the blood. അതിനാണ് LH surge എന്ന് പറയുന്നത്. വല്ലാത്തൊരു ഇൻക്രീസ് ആണ് LH ൽ. ഓക്കെ. അപ്പൊ ഇനി LH എന്തൊക്കെയാണ്? LH increases the pressure in the graphene. അപ്പൊ നമ്മുടെ ഈ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ പ്രഷർ അങ്ങ് കൂട്ടും, ആൻഡ് മേക്ക് ഇറ്റ് വീക്ക്. എന്നിട്ട് ഇതിന്റെ ഒരു വശത്തെ അങ്ങ് വീക്ക് ആക്കിയിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, അതിന് സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ അങ്ങ് പൊട്ടിക്കും, എന്നിട്ട് ഈ എഗ്ഗിനെ പുറത്തേക്ക് വിടും. ഓക്കെ. റെപ്ചോർഡ് ഓവം എലോങ് വിത്ത്, അപ്പൊ ഈ പൊട്ടിയ മുട്ട എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ചുമ്മാ മുട്ട മാത്രമല്ല, ഓവമുണ്ട്, മുട്ട എന്ന് പറഞ്ഞാൽ ഓവം ഉണ്ട്, പിന്നെ അതിന്റെ പുറന്തൊലി സോണ പെലിസിഡ, പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഗ്രാനുലോസ സെൽസും ഉണ്ട് ഇതിന്റെ കൂടെ. ഓക്കെ. അത് ഓർത്തോളണം. അതാണ് LH സർജ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ മുട്ട പൊട്ടി പുറത്തു വന്നു, ഈ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ ഈ LH എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു, എവിടെ നിന്നാണ്, ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഇതിൽ നിന്നാണ് LH വരുന്നത്. ഓക്കെ. അപ്പൊ ഈ LH, ഇനി LHന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്, ഓവുലേഷൻ. അത് മുട്ട, ഈ ഗ്രാഫിയൻ ഫോളിക്കിളിനെ പൊട്ടിച്ച് മുട്ട പുറത്തേക്ക് അടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. നെക്സ്റ്റ് LH വർക്ക് ഓൺ ദ കോർപ്പസ് ലൂട്ടി. അപ്പൊ ഒരു കാര്യം ഓർക്കാം, ഈ സംഭവം, അപ്പൊ ഈ മുട്ടയെല്ലാം പൊട്ടി, ഇനി ഈ സാധനം എന്താണ്, ഒരു ഇത് മുട്ട പൊട്ടി പുറത്തേക്ക് അടിയില്ലോ. അപ്പോൾ ഈ സംഭവം പിന്നെ ചുരുങ്ങി ഒരു 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 കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ സാധനം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞാൽ, കോർപ്പസ് എന്ന് പറഞ്ഞ ബോഡി എന്നാണ് ലാറ്റിൻ മീനിങ്. ലൂട്ടിയം എന്ന് പറഞ്ഞാൽ യെല്ലോ ബോഡി, ഒരു മഞ്ഞ കളറിലുള്ള ഒരു സാധനം ഇങ്ങനെ ഇത് ചുരുങ്ങി കിടക്കും. മുട്ട പോയി കഴിഞ്ഞാൽ ബാക്കി എന്റെ പുറന്തോട് അങ്ങനെ ഓർത്താൽ പുറന്തോടിൽ തീക്ക സെൽസ് ഉണ്ട്. എന്തൊക്കെയാണ് തീക്ക സെൽസ്? കുറച്ച് റിമൈനിങ് ഗ്രാനുലോസ സെൽസ് ഉണ്ട്. കാരണം കുറച്ച് ഗ്രാനുലോസ സെൽസ് ഈ മുട്ടയുടെ ഒപ്പം അങ്ങ് പോയി. ഓക്കെ. അത് മനസ്സിലാക്കാം. അപ്പൊ ഈ കോർപ്പസ് ലൂട്ടിയം ആണ് ഇനി അടുത്ത ഇമ്പോർട്ടന്റ് റോള് കൊണ്ടുവരുന്നത്. അപ്പൊ കോർപ്പസ് ലൂട്ടിയം ഒരു 10 to 12 days നമ്മുടെ ശരീരത്തിൽ കാണും. ഓക്കെ. അപ്പോൾ LH വർക്ക് ഓൺ ഇനി LH എവിടെയാണ്? കോർപ്പസ് ലൂട്ടിയത്തിൽ വർക്ക് ചെയ്യും. എന്തിനാണ്? പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ. LH വർക്ക് ഓൺ ദ കോർപ്പസ് ലൂട്ടിയം ടു പ്രൊഡ്യൂസ് പ്രൊജസ്ട്രോൺ ആൻഡ് സം ഈസ്ട്രജൻ. അപ്പോൾ പ്രൊജസ്ട്രോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ, ഈസ്ട്രജൻ വളരെ കുറവായിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ.
അപ്പോൾ ഒരു കാര്യം ഓർക്കാം അപ്പൊ പ്രൊജസ്ട്രോൺ ആരെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ഈ പുറന്തൊലി പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഈ പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്, എൻഡോമെട്രിയത്തിൽ നമ്മൾ ഓൾറെഡി ഒരു ബെഡ് വിരിച്ചു, ആ ബെഡിനെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കണം. നമ്മുടെ യൂട്രസിന്റെ ആ ബെഡിനെ കുറച്ചും കൂടെ നല്ല നല്ല കറക്റ്റ് ആക്കി വെക്കണം. കാരണം മുട്ട ഓൾറെഡി പൊട്ടി, ഇപ്പോൾ കുറച്ചും കൂടെ നല്ല ഇതായിട്ട് വെക്കണം. അപ്പൊ എൻഡോമെട്രിയ ബിക്കം മോർ വാസ്കുലാർ, സ്വോളൻ ആൻഡ് ഗ്ലാൻഡുലാർ, ന്യൂട്രീറ്റീവ്, വാം ഏതിന്റെ പ്രസൻസില്ല, പ്രൊജസ്ട്രോണിന്റെ പ്രസൻസില്ല. ഓക്കെ, ആ കാര്യം ഓർക്കാം. പിന്നെ എഗിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 24 hours ആയിരിക്കും എഗിന്റെ. വൺസ് പ്രഗ്നൻസി ഹാപ്പൻ, ഇനി പ്രഗ്നൻസി നടന്നു കഴിഞ്ഞാൽ യൂട്രസ് വിൽ സെൻഡ് എ മെസ്സേജ് ടു ദ കോർപ്പസ് ലൂട്ടിയം. ഇപ്പോൾ പ്രഗ്നൻസി നടന്നു കഴിയുമ്പോൾ കോർപ്പസ് ലൂട്ടിയത്തിന് നമ്മുടെ എൻഡോമെട്രിയൽ സിഗ്നൽ കൊടുക്കും, മുട്ട എത്തിയിട്ടുണ്ട്, ഗ്രാഫിനിൽ നിന്ന് പൊട്ടിയ ആ മുട്ട ഞങ്ങളുടെ എൻഡോമെട്രിയത്തിൽ എത്തിയിട്ടുണ്ട്, പ്രഗ്നൻസി നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ഫെലോപ്പിയൻ ട്യൂബില് ഈ മുട്ട എവിടെ നിന്ന് പൊട്ടി, ഓവറിയിൽ നിന്ന് പൊട്ടി ഇതിനെ ആര് പിടിക്കുന്നു, നമ്മുടെ ഓവറിയുടെ ഫെലോപ്പിയൻ ട്യൂബിന്റെ ആ ഫിംബ്രിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, കൈ പോലത്തെ സാധനം. അപ്പൊ അത് പിടിച്ച് എങ്ങോട്ട് കൊണ്ടുവന്നു, അതിന്റെ ആംബുല, ഫെലോപ്പിയൻ ട്യൂബിന്റെ ആംബുലെ കൊണ്ടെത്തിച്ചാണ് മറ്റേ സ്പേം വരും ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്നു. അവിടുന്ന് കുറെ പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ എൻഡോമെട്രിയത്തിൽ എത്തുന്നത്. അതിന്റെ ആ നടക്കത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കത് അറിയാവുന്നതാണ്. എൻഡോമെട്രിയൽ എത്തി, അപ്പൊ എൻഡോമെട്രിയലിന് ഉടനെ സിഗ്നൽ കൊടുക്കും കോർപ്പസിന്, നിങ്ങൾ വിട്ട ആ മുട്ട എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നൗ കോർപ്പസ് ലൂട്ടിയം ബിക്കം പിന്നെ അടുത്ത് നമ്മൾ നോക്കണം. അപ്പൊ ഇനി ബട്ട് പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം നമ്മൾ കണ്ടായിരുന്നു ഒരു 10 to 12 ഡേയ്സിന് അതിന് സർവൈവൽ റേറ്റ് ഉള്ളൂ, ലൈഫ് സ്പാൻ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ ചത്തു. അപ്പൊ പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ ഉടനെ, കാരണം ഈ പ്രൊജസ്ട്രോൺ ആണ്, ഈ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊജസ്ട്രോൺ ആണ് എൻഡോമെട്രിയത്തിൽ ആ യൂട്രസിന്റെ അകത്തുള്ള ആ വാസ്കുലർ ലെയറിനെ, ആ കുഞ്ഞിന് കടക്കാനുള്ള സാധനത്തെ കുറച്ച് നല്ല ഇതാക്കി നിർത്തുന്നത്. അപ്പൊ കോർപ്പസ് ലൂട്ടിയത്തിന് ഇതുവരെ ഒരു സിഗ്നലും എൻഡോമെട്രിയത്തിന് കിട്ടിയില്ലെങ്കിൽ അവർ ചത്തുപോകും 10-12 ദിവസം കൊണ്ട്. അപ്പോൾ നൗ കോർപ്പസ് ലൂട്ടിയം ബിക്കം സോ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്. നൗ കോർപ്പസ് ലൂട്ടിയം ബിക്കം കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. ഓക്കെ, കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. സോ കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്താ, ഇനി പ്രൊജസ്ട്രോൺ ഇല്ല, കോർപ്പസ് ലൂട്ടിയം മാത്രമേ പ്രൊജസ്ട്രോൺ തരത്തുള്ളൂ നമ്മുടെ ഇതിൽ. അപ്പോൾ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയും. സോ കോർപ്പസ് ലൂട്ടിയം ചത്തു നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറഞ്ഞപ്പോൾ കോർപ്പസ് ലൂട്ടിയം ചത്തു എന്ന് മനസ്സിലാക്കണം. സോ ഡിക്രീസ് ഇൻ പ്രൊജസ്ട്രോൺ ലീഡ് ടു ദ ഷെഡ് ഓഫ് എൻഡോമെട്രിയം. അപ്പോൾ പ്രൊജസ്ട്രോൺ ആണ് എന്താണ് ഈ എൻഡോമെട്രിയത്തിലെ തക്കി നിർത്തുന്നത്, അതില്ല. അപ്പൊ പ്രൊജസ്ട്രോൺ ആണ് എൻഡോമെട്രിയത്തിനെ വാളിനെ ഒക്കെ നല്ല ബ്ലഡ് ഇതായിട്ടൊക്കെ നിർത്തുന്നത്, നല്ല വാസ്കുലർ ലെയർ ഒക്കെ. അപ്പൊ പ്രൊജസ്ട്രോൺ ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി എൻഡോമെട്രിയം ഷെഡ് ചെയ്യും അവിടുത്തെ ലെയേഴ്സ് ഒക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, ബിക്കോസ് എൻഡോമെട്രിയം പ്രൊജസ്ട്രോൺ ഡിപ്പെൻഡ് ചെയ്യുക, കാരണം എൻഡോമെട്രിയം പ്രൊജസ്ട്രോണാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ പിന്നെ അപ്പോൾ ഇതിന്റെ ലെയർ ഷെഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല, അതിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെൻസ്ട്രേഷൻ തുടങ്ങുന്നു. എൻഡോമെട്രിയം പിന്നെ അതിന്റെ എൻഡോമെട്രിയത്തിന് 2 ഫങ്ഷണൽ ലെയറും ഉണ്ട്, പിന്നെ വേറെ ഒരു ലെയറും കൂടെ ഉണ്ട്. അതിൽ 3 ലെയറാണ്. ഒന്ന് കോമ്പാക്ട് ലെയർ, ഗ്രാനുലാർ ലെയർ, പിന്നെ ബേസൽ ലെയർ. അതിൻ്റെ അകത്ത് കോമ്പാക്ട് ലെയറും ഗ്രാനുലോ ലെയറും ആണ് നഷ്ടപ്പെടുന്നത്. ബേസൽ ലെയർ അങ്ങനെ തന്നെ നിൽക്കും. കാരണം അടുത്ത ഇതുപോലെ സൈക്കിൾ തുടരുമ്പോൾ ഈ ബേസൽ ലെയറിൽ നിന്നാണ് ഈ വാസ്കുലർ ഇതൊക്കെ നടക്കുന്നത്. അത്രേ ഉള്ളൂ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ.